പലരും ഈ കല്ല് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും നിബന്ധനകളുണ്ടോ? അതായത് ഈ മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല, ഈ ശരിക്കും പറഞ്ഞാൽ ഈ കല്ലും ആഹാര രീതിയായിട്ട് ഒരു ബന്ധവുമില്ല. പാർട്ണറുമായി ബന്ധപ്പെടുന്ന അങ്ങനെ ഒന്നും ബന്ധമില്ല. നവരത്നത്തിന് മാത്രം അത് പറയുന്നുള്ളൂ. ഓക്കെ. നമ്മൾ സ്ഥാപനത്തിന്റെ പേര് തന്നെ ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്യൂച്ചറോളജി എന്നാണ്. അതാണ് ഞാൻ ഇന്ന് തിരുവനന്തപുരത്തിരിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അഭ്യാസം കാണിച്ചു തിരുവനന്തപുരം, അതും വന്ന് തുടങ്ങിയതോ വളരെ ചെറുപ്രായത്തിൽ തുടങ്ങിയതാണ്. അപ്പോൾ ഈ ജെമ്മിനേക്കാൾ പിന്നെ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആളിലെല്ലാം കടയിൽ പോയി ജെം നോക്കി ആ ജെമ്മ് ഉടനെ തന്നെ ഇട്ടുകൊണ്ട് വാങ്ങി കയ്യിലിട്ടുകൊണ്ട് പോകും. ജെമ്മിന് കുറേ പ്രൊസീജിയർ ഉണ്ട്. ഇത് പ്രപഞ്ചത്തിൽ നിന്ന് എടുക്കുന്നതാണ്. പ്രപഞ്ച മാതാവിൻ്റെ വകയാണ് കല്ല്. ഇതിനെ നമ്മളെടുത്ത് പ്രപഞ്ച മാതാവിനോട് ചോദിച്ച് ആർക്കാണോ അത് ധരിക്കേണ്ടത് അവരൊക്കെ അനുകൂലമാക്കിയതിന് ശേഷമേ കല്ലിടാവൂ. അപ്പോൾ ആ കല്ല് എന്ത് ചെയ്യണം? കല്ല് ശുദ്ധി ചെയ്യണം. ഗോമൂത്രം, പാല്, കരിക്കും വെള്ളം, പനിനീര്, പഞ്ചഗവ്യം, ഈ 5 എണ്ണത്തിൽ ഈ കല്ലിനെ 5 ദിവസം ശുദ്ധി ചെയ്യണം. ഈ കല്ലുകൾ കൊണ്ട് ജൂവലറിക്കാരെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് സ്വർണം ചെലവാകാൻ വേണ്ടി ഇവർ സ്വർണം കെട്ടി ഇതിൽ ചെറിയ കല്ലുകളും വെച്ച് കൊടുക്കും. ഇതൊന്നും പ്രവർത്തിക്കില്ല. ഇതൊരു ഓർണമെന്റ്സ് പോലെ എൻ്റെ കയ്യിൽ നവരത്നം കിടക്കുന്നതെന്ന് ഇട്ടിരിക്കാനേ പറ്റത്തുള്ളൂ. ശരിക്കും ഒറിജിനലായിട്ട് കല്ല് ധരിക്കുകയാണെങ്കിൽ കല്ല് 25 സെന്റ് സൈസിലുള്ള കല്ല് വേണം. ഒരു കല്ല് 25 സെന്റ്, അതായത് 1/4 കാരറ്റ് ഉള്ള വലിപ്പത്തിലുള്ള കല്ലാണെങ്കിൽ മാത്രമേ റേഡിയേഷൻ, സൂര്യപ്രകാശം പിടിച്ചെടുക്കണ്ടേ. ചെറിയ കല്ലുകൾക്കൊന്നും പ്രത്യേകിച്ച് ഇല്ല, അതിനൊന്നും ഒരു പവറും ഇല്ല. ഡയമണ്ട് മാത്രം പ്രവർത്തിക്കും. നാളെ തിരുവോണമാണ്. തിരുവോണത്തിന് ഡയമണ്ട് അങ്ങനെ ഒരു കല്ലില്ല. ഇപ്പൊ തന്നെ ഏകദേശം 1000-ഓളം പേര് അഡ്വാൻസ് ബുക്ക് ചെയ്ത് കാത്തിരിക്കുകയാണ്. സൂര്യൻ ഇല്ലെങ്കിൽ കല്ലെല്ലാം ഒന്നും പ്രവർത്തിക്കില്ല. അപ്പോൾ സൂര്യൻ്റെ കിരണം ഇതിനകത്തൂടി പ്രവേശിച്ച് നമ്മളെ ഇതിൽ പോയിട്ട് നമ്മളെ സോളാർ സിസ്റ്റം ഇരിക്കുന്ന നമ്മളെ ശിരസിലാണ്. രാവിലെ നമ്മൾ ജോലിക്ക് പോകുമ്പം ഇട്ടുകൊണ്ട് പോവുകയും തിരിച്ച് വന്ന് ദൂരി വയ്ക്കുകയും ചെയ്താൽ കല്ല് പവിത്രമായിരിക്കും. എല്ലാ മാസവും പൗർണമി ദിവസം ഇതിനെ പാലിലിട്ട് ശുദ്ധി ചെയ്യണം. ഓക്കെ. പിന്നെ വന്നിരിക്കുന്ന ഒരു ജെമ്മോളജി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഗ്രഹനില നോക്കിയിട്ട് കല്ലങ്ങ് പറയണം. ആ ഗ്രഹത്തിന് എന്ത് ബലമുണ്ടെന്നോ, ആ ഗ്രഹം എത്ര ഡിഗ്രി നിൽക്കുന്നെന്നോ, എത്ര പവർ ഉണ്ടെന്നോ ഒന്നും നോക്കാറില്ല. എനിക്ക് ജൂവലറി തന്നെ ഉണ്ട്. ജെം ജൂവലറിയാണ്. ഇതെല്ലാം ഞങ്ങളെ ഓഫീസിൽ തന്നെ ഉണ്ട്. വെഴുതക്കാട് ഞാൻ പറയാം, നമ്മൾ സ്ഥാപനത്തിൻ്റെ പേര് തന്നെ ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്യൂച്ചറോളജി എന്നാണ്. കാരണം 26 വർഷമായിട്ട് പ്രവർത്തിക്കുകയാണ്. അത് ഹാർട്ട് ഓഫ് സിറ്റിക്കകത്ത് 26 വർഷം ഇരിക്കണമെങ്കിൽ ചിലപ്പോൾ തിരുവനന്തപുരത്ത്, അതാണ് ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് ഇരിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അഭ്യാസം കാണിച്ചു തിരുവനന്തപുരം, അതും വന്ന് തുടങ്ങിയതോ വളരെ ചെറുപ്രായത്തിൽ തുടങ്ങിയതാണ്. ഒരു ജ്യോത്സ്യനെന്ന് പറയാൻ പറ്റാത്ത ആ പ്രായത്തിൽ. പിന്നെ ഒരു ജ്യോതിഷ വേഷം എൻ്റെ ഗുരു ഉപദേശമാണ്, വേഷം കെട്ടി ഒന്നാവരുത്. അപ്പോൾ നമ്മൾ സാധാ വേഷത്തിൽ നമ്മളെ വിദ്യയെ ആളുകൾ മാനിച്ച് വരും, പക്ഷെ വേഷത്തെ മാനിച്ച് വരരുത്. അപ്പോൾ ഈ ജെമ്മിനേക്കാൾ പിന്നെ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആളിലെല്ലാം കടയിൽ പോയി ജെം നോക്കി ആ ജെമ്മ് ഉടനെ തന്നെ ഇട്ടുകൊണ്ട് വാങ്ങി കയ്യിലിട്ടുകൊണ്ട് പോകും. ജെമ്മിന് കുറേ പ്രൊസീജിയർ ഉണ്ട്. ഇത് പ്രപഞ്ചത്തിൽ നിന്ന് എടുക്കുന്നതാണ്. പ്രപഞ്ച മാതാവിൻ്റെ വകയാണ് കല്ല്. ഇതിനെ നമ്മളെടുത്ത് പ്രപഞ്ച മാതാവിനോട് ചോദിച്ച് ആർക്കാണോ അത് ധരിക്കേണ്ടത് അവരൊക്കെ അനുകൂലമാക്കിയതിന് ശേഷമേ കല്ലിടാവൂ. അപ്പോൾ ആ കല്ല് എന്ത് ചെയ്യണം? കല്ല് ശുദ്ധി ചെയ്യണം. ഗോമൂത്രം, പാല്, കരിക്കും വെള്ളം, പനിനീര്, പഞ്ചഗവ്യം, ഈ 5 എണ്ണത്തിൽ ഈ കല്ലിനെ 5 ദിവസം ശുദ്ധി ചെയ്യണം. ഈ ശുദ്ധി ചെയ്ത് സംഭവിക്കുന്നത് എന്താണ്? കല്ലല്ലെങ്കിൽ ഈ കളറൊന്നും കാണില്ല. ശുദ്ധി ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ഒരു കല്ല് ശുദ്ധി ചെയ്യാൻ കൊണ്ടുവരണം. തിരിച്ചു പോകുമ്പോൾ ഒരു വെള്ളാറും പറ കല്ല് വന്ന് വിടുകയാണ്, മൊത്തം പ്രശ്നമാകും. 5 എണ്ണത്തിൽ ശുദ്ധി ചെയ്തിട്ട് പിന്നെ ഈ ഗ്രഹത്തിൻ്റെ മന്ത്രം ജപിച്ച് ഈ ആളിൻ്റെ 4 പേരും വെച്ച് പൂജ ചെയ്ത്, അതായത് പ്രപഞ്ച മാതാവിനെ ശക്തിപ്പെടുത്തിയതിന് ശേഷം വേണം നമ്മൾ ഈ കല്ല് ഒരു വ്യക്തിക്കായിട്ട് ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കല്ല് പ്രവർത്തിക്കില്ല. ചുമ്മാ നമ്മൾ കല്ല് കെട്ടി പൈസ മുടക്കി കല്ലും കെട്ടി കൊണ്ട് നടക്കും. യോബുവിന് ഒരു വ്യത്യാസവും വരത്തില്ല. കല്ല് സത്യമുള്ളതാണ്. ഇതെല്ലാം എല്ലാത്തിനും സത്യമുണ്ട്. വിരുദ്ധമായിട്ട് ആര് ചെയ്താലും ഇടുന്നവനും കുറച്ച് സത്യം വേണം. ഈ കല്ല് കിട്ടി പലരും ഈ കല്ല് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും നിബന്ധനകളുണ്ടോ? അതായത് ഈ മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല. ഈ ശരിക്കും പറഞ്ഞാൽ ഈ കല്ലും ആഹാര രീതിയായിട്ട് ഒരു ബന്ധവുമില്ല. പാർട്ണറുമായി ബന്ധപ്പെടുന്ന അങ്ങനെ ഒന്നും ബന്ധമില്ല. നവരത്നത്തിന് മാത്രം അത് പറയുന്നുള്ളൂ. ഓക്കെ. നവരത്നം എന്ന് പറഞ്ഞാൽ 9 ഗ്രഹങ്ങൾ, അതായത് നമ്മളെ സോളാർ സിസ്റ്റമാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. ഇതിൽ ശിവാംശവും വിഷ്ണുവിൻ്റെ അംശവും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ കല്ല് ശരിക്കും ധരിക്കണമെങ്കിൽ 9 ദിവസം 9 കല്ലുകൾ ശുദ്ധി ചെയ്ത് പൂജ ചെയ്ത് ധരിച്ചാൽ ഈ കല്ലിട്ടുകൊണ്ട് മത്സ്യമാംസാദികൾ കഴിച്ചുകൂടാ, സ്ത്രീബന്ധം പാടില്ല, ഡെഡ് ബോഡി ടച്ച് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പാലിക്കണം. അതുകൊണ്ട് എന്തിനാവശ്യമില്ലാത്ത കാര്യം ഇന്ന് നവരത്നം എന്ന് പറഞ്ഞ് തരുന്നതാ 8 സെൻറ്റ് 10 സെൻറ്റ് സൈസിലുള്ള കല്ലാണ്.
എന്നോട് ഒരാൾ നവരത്നം ധരിക്കാൻ പറഞ്ഞു. അത് കട്ട് പീസുകളാണ്. ഞാൻ കല്ലുകൾ കട്ട് പീസ് നമ്മൾ കല്ല് പോളിഷ് ചെയ്യുമ്പം വേസ്റ്റ് വരുന്ന കുറച്ച് കല്ലുണ്ട്. ഈ കല്ലുകൾ കൊണ്ട് ജൂവലറിക്കാരെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് സ്വർണം ചിലവാകാൻ വേണ്ടി ഇവർ സ്വർണം കെട്ടി ഇതിൽ ചെറിയ കല്ലുകളും വെച്ച് കൊടുക്കും. ഇതൊന്നും പ്രവർത്തിക്കില്ല. ഇതൊരു ഓർണമെൻറ്റ്സ് പോലെ എൻ്റെ കയ്യിൽ നവരത്നം കിടക്കുന്ന പറഞ്ഞ് ഇട്ടിരിക്കാനേ പറ്റത്തുള്ളൂ. ശരിക്കും ഒറിജിനലായിട്ട് കല്ല് ധരിക്കുകയാണെങ്കിൽ കല്ല് 25 സെൻറ്റ് സൈസിലുള്ള കല്ല് വേണം. ഒരു കല്ല് 25 സെൻറ്റ്, അതായത് 1/4 കാരറ്റ് ഉള്ള വലിപ്പത്തിലുള്ള കല്ലാണെങ്കിൽ മാത്രമേ റേഡിയേഷൻ സൂര്യപ്രകാശം പിടിച്ചെടുക്കണ്ടേ. ചെറിയ കല്ലുകൾക്കൊന്നും പ്രത്യേകിച്ച് ഇല്ല, അതിനൊന്നും ഒരു പവറും ഇല്ല. ഡയമണ്ട് മാത്രം പ്രവർത്തിക്കും, വേറെ ഒരു കല്ലും പ്രവർത്തിക്കും. ഡയമണ്ടിന് പ്രശ്നമില്ല. ഡയമണ്ട് ഇടൂടാ, ഡയമണ്ട് ഇടാൻ പാടില്ല. ലക്കി സ്റ്റോണോ ബെൽ സ്റ്റോണോ ആണെങ്കിൽ മാത്രമേ ഇടാവൂ, ഇല്ലാതെ ഒരു കല്ലും ഇടാൻ പാടില്ല. നാളെ തിരുവോണമാണ്. തിരുവോണത്തിന് ഡയമണ്ട് അങ്ങനെ ഒരു കല്ലില്ല. ഇല്ല, അത് കോമൺ ആയിട്ട് പറയും. തിരുവോണം വേണമെങ്കിൽ കൂറിനെ ബേസ് ചെയ്തിട്ട് ഇന്റർവ്യൂ ഇടാൻ പറയും. എന്നോട് 1-2 പേര് പറഞ്ഞതാണ്. ജാതകം നോക്കിയിട്ട് ചിലപ്പോൾ കറക്റ്റ് ഡയമണ്ടോ അല്ലെങ്കിൽ മറ്റേ മരതകം. മരതകവും ഡയമണ്ടും വരണമെങ്കിൽ ഒന്നുകിൽ താങ്കൾ മിഥുനക്കൂറിലോ മിഥുന ലഗ്നത്തിലോ അല്ലെങ്കിൽ തുലാ ലഗ്നത്തിലോ ആയിരിക്കും ജനിച്ചത്. ഒന്നുകിൽ പോയി ജാതകം എടുത്ത് നോക്കുക, ഒന്നുകിൽ മിഥുന ലഗ്നമായിരിക്കും അല്ലെങ്കിൽ തുലാ ലഗ്നമായിരിക്കും. എൻ്റെ നമ്മൾ പണ്ട് നമ്മൾ അബാക് മീഡിയയിൽ സ്പിരിച്വൽ കണ്ടന്റുകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരു സ്ഥിരം ജ്യോതിഷൻ ഉണ്ടായിരുന്നു. പുള്ളി എന്നോട് പണ്ട്, എനിക്ക് മാത്രമല്ല എന്നോടും എൻ്റെ സഹോദരിയോടും സഹോദരി ഭർത്താവിനോടും എൻ്റെ വിവാഹത്തിന് മുമ്പ് എഴുതി തന്നതാണ്. ഇവർ രണ്ടുപേരും വാങ്ങി ധരിച്ചു, ഞാൻ വാങ്ങിയിട്ടില്ല. ഞാൻ പിന്നെ ഈ ഇടയ്ക്കാണ് ഒരു കല്ല്, അത് വൈഫിന് എന്തോ വാങ്ങാൻ സിൽവർ പാലസിൽ പോയപ്പോൾ അവിടെ ഇതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കറക്റ്റ് അളവിന് സ്റ്റോക്ക് അവിടെ ഉണ്ടായിരുന്നു. അത് വാങ്ങി. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൽ ക്രാക്ക് വീണു. ഡയമണ്ട് അല്ല, മരതകം. ക്രാക്ക് വീണ് കഴിഞ്ഞിട്ട് ഞാനെന്നാൽ ഇത് അവിടെ പോയി ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ 1-2 പേര് നമ്മുടെ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ ഇത് കഥ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ ചോദിക്കാൻ നിൽക്കേണ്ട, രോഗി പോയ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. ഞാൻ കുറേ സ്ഥലങ്ങൾ പറഞ്ഞ് അത് അവിടെ കൊണ്ട് മൂക്കെ കണ്ണിക്കൊള്ളാനുള്ളത് ഇങ്ങനെ പിരുവത്തെ കൊണ്ട്. ഈ മരതകത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ സെൻസിറ്റീവായ ഒരു കല്ലാണ് മരതകം. നമ്മൾ ആര് പറഞ്ഞെന്ന് പറഞ്ഞാൽ മരതകത്തിന് മാത്രമുള്ള പ്രത്യേകത, മരതകം അറിയാതെ തട്ടേ മുട്ടേ ചെയ്യുകയോ കെമിക്കൽ കണ്ടൻറ്റ് വരെ ചെയ്താൽ ഇത് ക്രാക്ക് വരും. നമ്മൾ ഉപയോഗിക്കുന്നിടത്ത് നമ്മൾ ചിലപ്പം ഈ ഉപയോഗിച്ച കൈ വാഷ് ചെയ്യാൻ ഉപയോഗിച്ച അത് മാത്രം മതി, ഇത് ക്രാക്ക് വരും. അങ്ങനെ മരതകത്തിന് മാത്രമുള്ള പ്രത്യേകത. ഗ്ലാസ്സിൽ ഇങ്ങനെ ഒരു കല്ലുകൊണ്ട് എറിയുമ്പോൾ പൊട്ടില്ല, അതുപോലെ ചെതറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഒറിജിനൽ കല്ലായിരുന്നു, അത് കല്ലായതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അത് പൊട്ടിയത്. പക്ഷേ ഡയമണ്ട് ആണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഡയമണ്ടിന് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എടുപ്പിക്കും. ഡയമണ്ടിലാണ് ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നത്. ഏറ്റവും വിലയുള്ളതും ഡയമണ്ടാണ്. അപ്പോൾ ഡയമണ്ട് ഇടുമ്പോൾ ഒരു 25 സെൻറ്റ് സൈസെങ്കിലും ആണെങ്കിൽ പോലും അതിന് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എടുപ്പിക്കും. 25 സെൻറ്റ് ഡയമണ്ടൊക്കെ എത്ര രൂപ? ഈ മാർക്കറ്റിൽ ഇപ്പം 25 സെൻറ്റ് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ഉള്ള ഫസ്റ്റ് ക്വാളിറ്റി കല്ലിനൊക്കെ ഏകദേശം ഒരു 50,000 രൂപയൊക്കെ അത്രേ വരുള്ളൂ. അപ്പോൾ അത്രയും വില വരെ. ഇത് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എടുക്കുന്ന കല്ലിനാണ്. അപ്പോൾ ഈ കല്ലാണ് നമ്മളെടുത്ത് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് എന്തുകൊണ്ടാണ്? നാളെ ഒരു സമയത്ത് വിറ്റാൽ വില കിട്ടുന്ന ഒരേ ഒരു കല്ലേ ഉള്ളൂ ഡയമണ്ട്. അത് കടക്കാർ തന്നെ സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ ജയനാരായണജി ഒരു സർട്ടിഫിക്കറ്റ് തന്നു. ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് വരുമ്പോൾ ഈ ജയനാരായണജിയും കാണൂല, ജയനാരായണജിയിലെ സ്ഥാപനവും കാണൂല. മനസ്സിലായില്ല? 25 വർഷമായിട്ടുണ്ടല്ലോ. അല്ല, ഞാൻ പറയണത് ഇപ്പം ഇന്നൊന്നും വിൽക്കാനല്ലല്ലോ. ഇപ്പം സാറിൻ്റെ കാലശേഷമായിരിക്കും മക്കൾ ഈ കല്ല് വിൽക്കാൻ പറഞ്ഞേ. നമ്മളെ കാലം വരെ നമുക്ക് ഈ കല്ല് വേണമല്ലോ. അപ്പോൾ 10, 25, 50 വർഷം കഴിഞ്ഞിട്ട് ഈ കല്ല് സെയിൽ ചെയ്യാൻ പോയാൽ ഈ കല്ല് എവിടെ നിന്ന് വാങ്ങി? കടക്കാരൻ ചെന്ന് കഴിഞ്ഞാൽ ഈ കടക്കാർ തന്നെ വാങ്ങിയിട്ട് കടക്കാർ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ സ്വർണ്ണം വാങ്ങാൻ പോലെയാണ്. വാങ്ങുമ്പോൾ നമ്മളെ സ്വർണ്ണം പ്യൂർ സ്വർണ്ണമാണ്. ഇത് മറ്റൊരു കടയിൽ കൊണ്ടുപോയാൽ ഈ സ്വർണ്ണം ചെമ്പ് കയറിയതാണ്. ഇത് ക്യാരറ്റ് കുറവ് 22 ഇല്ല, 21 ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പൈസ അത്രയും അവിടെ കുറയ്ക്കും. ഇത് ബിസിനസിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ യാത് കടയിൽ കൊണ്ട് പോയാലും ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ്. ഈ കല്ലുകൾ സ്വർണ്ണത്തിൽ തന്നെ കെട്ടിയിടണമെന്ന് നിർബന്ധം എന്തെങ്കിലും ഉണ്ടോ? ഇത് ഒരു വിവരമില്ലാത്ത ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ 6000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കല്ല് ജമ്മു ഉപയോഗിക്കാൻ പറഞ്ഞതല്ലോ. അന്ന് ഈ സ്വർണ്ണമില്ല, വെള്ളിയില്ല, പ്ലാറ്റിനം ഇല്ല, ഒന്നുമില്ല. പിന്നെ ഈ വെള്ളിയിലാണ് സ്വർണ്ണത്തിലാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടാകും? ഈ ഗ്രഹങ്ങളും അല്ലെങ്കിൽ സ്റ്റോണും ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മളെ കയ്യിൽ പൈസ ഉള്ള പോലെ ഇടാം. സ്വർണ്ണ കടക്കാരനെ പോലെ പൈസ അല്ല, ഞാൻ ഈ ചില സ്ഥലങ്ങളിലൊക്കെ പോണത് കൊണ്ടും ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ അത്യാവശ്യം പൈസ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ഇത് കെട്ടിയത്. ഈ കല്ല് ഈ പൈസ ഇല്ലെന്ന് പറഞ്ഞ് ഇതിനെ വെള്ളി കെട്ടിയെന്ന് പറഞ്ഞ് ഇതിന്റെ ഒരു പവറും കുറവില്ല. സത്യമാണ്, അത് പറഞ്ഞ പരമസത്യമാണ്. പൈസ ഉള്ളതുകൊണ്ട് അല്ല, വിഷമം അല്ല.
യഥാർത്ഥത്തിൽ എൻ്റെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് കെട്ടിയത്, അല്ലെങ്കിൽ ഞാൻ സ്വർണ്ണത്തിൽ കെട്ടിയിടില്ല. പിന്നെ എന്താണ് ഈ ആളുകളൊക്കെ കൺസൾട്ട് ചെയ്യാനും ഒക്കെ വരെയും എല്ലാവരും ഇപ്പോൾ തന്നെ ഏകദേശം 1000-ഓളം പേര് അഡ്വാൻസ് ബുക്ക് ചെയ്ത് കാത്തിരിക്കുകയാണ് കൺസൾട്ടേഷൻ ഇവിടെ. അല്ല, നമുക്കറിയാം, കാരണം ജയനാരായൺജിയുടെ ഒരു ഇന്റർവ്യൂ കിട്ടുക എന്ന് പറയുന്നത് തന്നെ പ്രത്യേകിച്ച് വലിയ പാടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആശുപത്രിയിൽ നിന്ന് നേരിട്ടാണ് ഇവിടെ വന്നിരുന്നത്. കാരണം ഇത് എനിക്ക് സമയം തന്നത് മിസ്സാക്കി കളയാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണ് വന്നിരുന്നത്. ഇങ്ങനെയൊന്നുമല്ല, ഞാൻ ഈ ശരിക്കും പറഞ്ഞാൽ ഇന്നുള്ള ജ്യോത്സ്യന്മാരിൽ ഏറ്റവും ഒരു പാവം ജ്യോത്സ്യനാണ്. അങ്ങനെയല്ല, അത് ആണ്. അതുകൊണ്ട് ഞാൻ എനിക്ക് ആദ്യം ഞാൻ കല്ലൊക്കെ കെട്ടിയിടണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹിച്ചു പഠിച്ച സമയത്ത്. വളരെ കാര്യം, എനിക്ക് നിവർത്തിയില്ല. കല്ലൊക്കെ പോയി ഒരിടത്ത് വില ചോദിച്ചിട്ട് ഞാൻ മിണ്ടോലെ പോയ സമയമുണ്ട്. കാരണം അത് ഒറിജിനൽ കല്ലാണെങ്കിലേ ഗുണം ചെയ്യുള്ളൂ. അത് ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇട്ടിട്ട് കാര്യമല്ല, എന്തെങ്കിലും പൈസ വരുമ്പോൾ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇട്ടിട്ട് പോയി. അത് കഴിഞ്ഞ് വെള്ളിയിലൊക്കെ ചെയ്തിട്ട് കുറച്ച് പൈസ വീണ്ടും കുറച്ചുകൂടിയൊക്കെ വന്നപ്പോൾ വിചാരിച്ചു ഇനി എന്തായാലും സ്വർണ്ണത്തിൽ തന്നെ കിടക്കിട്ട്. പക്ഷേ ഇതുകൊണ്ട് പ്രത്യേക സ്വർണ്ണത്തിലോ വെള്ളിയിലിട്ടത് കൊണ്ടോ ഇരുമ്പിലിട്ടത് കൊണ്ടോ ചെമ്പിലിട്ടത് കൊണ്ടോ ഒരു വ്യത്യാസവും വരത്തില്ല. മനസ്സിലായി. പിന്നെ കല്ല് നമ്മൾ ഇട്ടാൽ അടി സൈഡ് ഓപ്പൺ ചെയ്തേ കല്ലിടാവും. ഓക്കെ, ഇത് ജം തെറാപ്പിയാണ്. സൂര്യപ്രകാശം ശരിക്ക് പ്രപഞ്ചത്തിൻ്റെ ശക്തിയാണ്, സൂര്യൻ്റെ പവറാണ് എല്ലാം. സൂര്യൻ ഇല്ലെങ്കിൽ കല്ലെല്ലാം ഒന്നും പ്രവർത്തിക്കില്ല. അപ്പോൾ സൂര്യൻ്റെ കിരണം ഇതിനകത്തുകൂടി പ്രവേശിച്ച് നമ്മളെ ഇതിൽ പോയിട്ട് നമ്മളെ സോളാർ സിസ്റ്റം ഇരിക്കുന്ന നമ്മളെ ശിരസിലാണ്. ആളേക്ക് അറിഞ്ഞൂടാ. ഇവിടുന്ന് ഈ കല്ലിയൊക്കെ ഓരോ വിരലുണ്ട്. അതാണ് ഏറ്റവും ആളേക്ക് അറിഞ്ഞൂടാത്ത. എല്ലാവരും മോതിര വിരലിൽ കല്ലിടും. ഓരോ കല്ലിന് ഓരോ വിരലുണ്ട്. ഈ ഓരോ വിരലുകളും ഓരോ ഗ്രഹങ്ങളുടെ സ്വാധീനിക്കുന്നതാണ്. ആ കല്ല് അതിലിടുമ്പോൾ ആ ഗ്രഹത്തിൽ ഡയറക്റ്റ് അതിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കല്ലിൻ്റെ പവർ ഡയറക്റ്റ് ബ്രെയിനിലേക്ക് പോകും. അപ്പോൾ അവന് പെട്ടെന്ന് ഫലം കിട്ടും. അല്ലെങ്കിൽ കല്ല് മാറിപ്പോയാൽ സമയത്തിന് ഫലം കിട്ടാതെ വരും. അതുകൊണ്ടാണ് കല്ല് വിരലിന് പ്രാധാന്യമുണ്ട്. കല്ല് ശുദ്ധി ചെയ്യണം. കല്ലിടുന്നതിന് ദിവസമുണ്ട്. എപ്പോഴെങ്കിലും ഇട്ടാൽ പോരാ, ഓരോ കല്ലിനും ഓരോ ദിവസമുണ്ട്. ആ സമയത്ത് കയ്യിലിടണം. ആ സമയത്തായിരിക്കണം ആദ്യമായിട്ട് വിരലിൽ ഊരി വെക്കുന്ന. രാത്രി കാലങ്ങളിൽ കല്ല് പ്രവർത്തിക്കില്ല. ഈ മുഖ്യ ആളുകളും ഈ കല്ല് പിന്നെ ഊരാതെ നടക്കുന്നവരുണ്ട്. സൂര്യപ്രകാശം കഴിഞ്ഞാൽ കല്ല് പ്രവർത്തിക്കില്ല. അപ്പോൾ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഈ കല്ല് പിന്നെ ഇട്ടുകൊണ്ടിരുന്നെന്ന് പറഞ്ഞ് വേറെ കുഴപ്പമൊന്നുമില്ല, ഒരു ഗുണമില്ല. കല്ല് എവിടെയെങ്കിലും തട്ടിപ്പൊട്ടാനുള്ള സാഹചര്യം ഉണ്ടാവുമെന്നുള്ളൊരു വേറെ ഒന്നുമില്ല. അപ്പം വൈകുന്നേരം രാവിലെ നമ്മൾ ജോലിക്ക് പോകുമ്പം ഇട്ടുകൊണ്ട് പോവുകയും തിരിച്ച് വന്ന് ദൂരി വയ്ക്കുകയും ചെയ്താൽ കല്ല് പവിത്രമായിരിക്കും. എല്ലാ മാസവും പൗർണമി ദിവസം ഇതിനെ പാലിലിട്ട് ശുദ്ധി ചെയ്യണം. ഓക്കെ, എല്ലാ മാസവും പൗർണമി ദിവസം പറ്റുന്ന ഒരു ബൈ ചാൻസ് 1-2 മാസം വിട്ടുവെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പൗർണമിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തിനീ ശുദ്ധീകരിക്കാനുള്ള ശക്തി കൂടുതലാണ്. പണ്ടുള്ളവർ പറയും ഈ ജ്യോതിഷം കള്ളമാണ്, അങ്ങിരിക്കുന്ന ചൊവ്വ വന്ന് ഇവിടെ ഇരിക്കുന്ന പെണ്ണിൻ്റെ കല്യാണം മുടക്കണേ എങ്ങനെയാണ്, അവിടെ ഇരിക്കുന്ന ശനി വന്ന് ഇവിടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ തകർച്ച ഉണ്ടാക്കണേ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ജ്യോതിഷം പറയും. ഞങ്ങളെയൊക്കെ പിടിച്ചിരുത്തി അങ്ങനെ പോലെയുള്ളവർ ഒരുപാട് ഗുരിച്ചിട്ടുണ്ട് ഒരു സമയത്തൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗ്രഹങ്ങൾക്കെല്ലാം നമ്മളെ ഭൂലോകവുമായിട്ട് ബന്ധമുണ്ട്. കാരണം ഇവിടെ മാത്രമേ ഗുരുത്വമുള്ളൂ. ബാക്കി ഒരു പ്ലാനറ്റിലും ഗുരുത്വമില്ല. ബാക്കി ഒരു ഗ്രഹങ്ങളും ഒരിടത്തും ആകർഷണം. ഇവിടെ മാത്രം ഗുരുത്വമുള്ള ഒരേ ഒരു സ്ഥലമാണ് ഭൂമി. ഭൂമിയിൽ മാത്രമേ ഗുരുത്വമുള്ളൂ. ഇവിടെ ഗുരുക്കന്മാർ ജീവിച്ചിരുന്ന് ഗുരുത്വമുള്ള സ്ഥലമാണ് ഭൂമി. അതുകൊണ്ടാണ് ഗുരുത്വ ആകർഷണം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളും ഇവിടെ ആകർഷിക്കുകയാണ്. ഇതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ചന്ദ്രന് ഇന്ന് ഭൂമിയിൽ 2/3 ഭാഗവും വെള്ളമാണ്, എല്ലാവർക്കും അറിയാം. ഈ 2/3 ഭാഗം വെള്ളത്തെ വേലിയേറ്റവും വേലിയിറക്കവും വലിച്ച് കയറ്റി തിരിച്ചിറക്കാനുള്ള ശക്തിയുണ്ട് ഈ വേലിയേറ്റവും വേലിയിറക്കം ഉണ്ടാകുന്ന സമയത്ത് സംഭവിക്കുമല്ലോ. ഈ അങ്ങ് നിൽക്കുന്ന ചന്ദ്രൻ ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞ ഗ്രഹമാണ്. അതിനിത് പറ്റുമെങ്കിൽ ചൊവ്വയ്ക്ക് എന്ത് പറ്റൂല, പിന്നെ ബാക്കി ഗ്രഹങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല.